ഒരു മുത്തഅല്ലിം ഒരു കുട്ടിയുടെ അടുക്കൽ വന്നിട്ട് ഒരു യൂട്യൂബർ വന്നിട്ട് ചോദിക്കുകയാ, നോമ്പ് തുറക്കാമെങ്കിൽ നിനക്ക് 500 രൂപ തരാം. ആ കുട്ടി പറഞ്ഞു, എനിക്ക് വേണ്ട. 1.5 ലക്ഷം 1.25 ലക്ഷം രൂപയുള്ള ഐഫോൺ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, നോമ്പ് മുറിച്ചാ മോനെ നിനക്ക് ഈ ഐഫോൺ ഞാൻ തരാം. ആ പൊന്നുമോൻ പറഞ്ഞു, ഞാൻ മുറിക്കൂല. ഓനോട് ചോദിച്ചു, നീ എന്തേ മുറിക്കാത്തെ? ബ്രോ നോമ്പിലല്ലേ ഈ ഒരു വെള്ളം കുടിച്ച് ബ്രോ നോമ്പ് മുറിക്കണമെങ്കിൽ ഞാൻ ബ്രോനിപ്പോ ഒരു 500 രൂപ തരും. വേണ്ട, 500 രൂപ വേണ്ട, നോമ്പ് തെറ്റിക്കൂല. ഞാനൊരു 1000 രൂപ തരാം. വേണ്ട, ഒരു എയർപോഡ് തരാം, ആപ്പിളിന്റെ. മുറിക്കൂല. ഓക്കെ പോട്ടെ, ഒരു ഐഫോൺ 17 പ്രോ മാക്സ് തരാം. ഐഫോൺ 17 പ്രോ മാക്സ് എന്നാലും മുറിക്കൂല. ഇത്ര ആത്മാർത്ഥമായിട്ടാണ് എടുക്കണത്. കൊല്ലത്തിലൊരു വട്ടം കിട്ടണതല്ലേ? കൊല്ലത്തിലൊരു വട്ടം കിട്ടണത്. അപ്പൊ അതുകൊണ്ട് 30 ദിവസം 30 നോമ്പ് നോക്കണം. പിന്നെ മലപ്പുറത്തൊരു കോളേജിൽ പഠിക്കണം. ശരിക്കും വീടോടെ ഇപ്പൊ മലപ്പുറത്ത്. ആരോ എനിക്കൊരാൾ കാണിച്ചു തന്നു, ഉസ്താദെ, ഒരു മുത്തഅല്ലിം ഒരു കുട്ടിയുടെ അടുക്കൽ വന്നിട്ട് ആദ്യം വന്നിട്ട് ചോദിക്കുന്നു, ഇതൊരു സോഷ്യൽ വർക്കാണ്. ഒരു യൂട്യൂബർ വന്നിട്ട് ചോദിക്കുകയാ, നോമ്പ് തുറക്കാമെങ്കിൽ നിനക്ക് 500 രൂപ തരാം. ആ കുട്ടി പറഞ്ഞു, എനിക്ക് വേണ്ട. 500 രൂപ തരാം. നോട്ട് കാണിച്ചിട്ട് പറയുന്നു, നോമ്പ് മുറിക്കണം. ആ കുട്ടി പറയുന്നു, എനിക്ക് പറ്റൂല. 1000 തരാം. എനിക്ക് പറ്റൂല. ആ പൊന്നുമോനോട് ഹെഡ്സെറ്റ് കൊടുക്കുന്നു, മോനെ ഒരു ഹെഡ്സെറ്റ് തരാം, നോമ്പ് മുറിക്കുമോ? ആ പയ്യൻ പറഞ്ഞു, എനിക്ക് പറ്റൂല. 1.5 ലക്ഷം 1.25 ലക്ഷം രൂപയുള്ള ഐഫോൺ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, നോമ്പ് മുറിച്ചാ മോനെ നിനക്ക് ഈ ഐഫോൺ ഞാൻ തരാം. ആ പൊന്നുമോൻ പറഞ്ഞു, ഞാൻ മുറിക്കൂല. ഓനോട് ചോദിച്ചു, നീ എന്തേ മുറിക്കാത്തെ? ആ ഒരു മുത്തഅല്ലിമായ ഒരു ചെറിയ പയ്യനോട് ചോദിക്കുന്നു, മോനെ നീ എന്തേ നോമ്പ് മുറിക്കാത്തെ? വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്നൊരു ഭാഗ്യല്ലേ, എങ്ങനെ മുറിക്കാനാ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചോദിച്ച ചെറുപ്പക്കാരന്റെ കണ്ണുപോലും നനയുന്ന രീതിയിൽ നമ്മൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ റമളാൻ മാസത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ പഠിക്കണം. ആ തൊപ്പിയിട്ട ജുബ്ബയിട്ട ഒരു മുത്തഅല്ലിമിന്റെ മുമ്പിൽ പോയിട്ട് നോമ്പ് മുറിക്കാമോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ മനസ്സെങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും? നാം ചിന്തിക്കുന്നത് എവിടെയാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നെല്ലാം കളിയും തമാശയും. ഇന്ന് നോമ്പ് മുറിക്കുന്നത് പോലും റീല, കളിയാക്കുകയാ. ഒളിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നവന്റെ വീഡിയോ എടുക്കുകയാ. അപ്പൊ വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെയാണ് ഈ വളർന്നു വരുന്ന യുവതലമുറയെ ദീനുമായിട്ട് എടുപ്പിക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്തം അൽഹംദുലില്ലാഹ് SKSSF ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ ദാഴികളെയെങ്കിലും ഏറ്റവും കുറഞ്ഞത് സമ്പത്തുള്ളവൻ അള്ളാഹു തന്നതിനനുസരിച്ച് ഏറ്റവും പാവപ്പെട്ടവൻ ഒരാളെയെങ്കിലും അൽഹംദുലില്ലാഹ് എനിക്ക് ഒരു ദാഴി എനിക്ക് വേണം ഉസ്താദേ എന്ന് നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. അൽഹംദുലില്ലാഹ് അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അദ്ദേഹം തന്നെ തുടക്കം കുറിച്ചു. പിരിവാദ്യങ്ങൾ നടത്തിയ പിന്നെ വഴുതു പറയായിരുന്നില്ലേ? അപ്പൊ അൽഹംദുലില്ലാഹ് ആദ്യമായിട്ട് 10 മതിയോപ്പാ? എന്ത് ദാരിമി എന്ത്? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അദ്ദേഹം 10 പേര് അദ്ദേഹം തന്നെ ഏറ്റെടുത്തു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പൊ ദുആ ചെയ്യാം നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞതാ, ഓർമ്മപ്പെടുത്തിയതാ, ഓരോരുത്തരും മനുഷ്യർ ഇൻഷാ അല്ലാഹ് ഓരോ ദാഴികളെ ഏറ്റെടുത്താൽ തന്നെ അൽഹംദുലില്ലാഹ് 1000 പേരിൽ കൂടുതൽ പെണ്ണുങ്ങൾ തന്നെയുണ്ട്. അപ്പൊ ഓരോരുത്തരും ഏറ്റെടുത്താൽ തന്നെ അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാഷണം കൊണ്ട് ഈ സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഉപകാരമുണ്ടാകും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കൂലേ? ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞങ്ങായി പോരാ, നല്ല പോലെ അല്ലാഹുവേ ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അൽഹംദുലില്ലാഹ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാൻ, ആ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. ആ പരിശുദ്ധമായ റമളാനിന്റെ 2ാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചു. പാപമോചനത്തിന്റെ ദിനങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്നു. അതിന്റെ വലിയ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ സെക്കൻഡും ഈ പരിശുദ്ധമായ റമളാനിന്റെ 2ാമത്തെ 10ന്റെ ഓരോ നിമിഷങ്ങളും വിലയുള്ള സമയങ്ങളാണ്. ആ ഓരോ മിനിറ്റുകളുടെയും വില നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തിലെ സമയത്തിന് വല്ലാത്ത വിലയുണ്ട്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അമൂല്യമായ ഒരു നിധിയാണ് സമയമെന്ന് പറയുന്നത്. അള്ളാഹു തന്നിരിക്കുന്ന ഈ ആയുസ്സിലെ ഓരോ സെക്കൻഡിനും വല്ലാത്ത വിലയാണ്. അത് ഇപ്പൊ നമുക്ക് മനസ്സിലാകില്ല. ഈ സമയത്തിന്റെ വില എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്ന ഒരു സമയമുണ്ട്. അന്ന് സെക്കൻഡുകളുടെ വില നമുക്കറിയാം.
ഓരോ സെക്കൻഡിന്റെയും വില നമുക്ക് മനസ്സിലാകും. ഇന്നെങ്ങനെയെങ്കിലും പടച്ചവനെ നേരം വെളുത്തു വൈകുന്നേരമാകണം, നോമ്പ് മുറിക്കണം, ഓരോ ദിവസവും ഇങ്ങനെ തെള്ളി തെള്ളി നീക്കണം. പലർക്കും സമയം തന്നെ പോകുന്നില്ല. ഉറങ്ങുന്നവരുണ്ട്, മൊബൈലിൽ കളിക്കുന്നവരുണ്ട്, കറങ്ങി നടക്കുന്നവരുണ്ട്, കടത്തിണ്ണയിൽ പോയിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് സമയം കളഞ്ഞാ മതി. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ സമയത്തിന്റെ വില ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിൽ പലർക്കും തിരിയാറില്ല. ഈ സമയത്തിന്റെ വില മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? ഖാബിദുൽ അർവാഹു മലക്ക് അസുറായിൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും ആകാശ ലോകത്ത് നിന്ന് എന്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു സമയമുണ്ട്. ഫകശഫിനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്. ആകാശ ലോകത്ത് നിന്ന് 70 മുതൽ 70,000 വരുന്ന ഒരു സംഘവുമായി അസ്റായിൽ എന്ന് പറയുന്ന മലക്കിങ്ങനെ ഇറങ്ങി വരികയാണ്. എന്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന രംഗം കാണാത്ത ഒരു മനുഷ്യനുമില്ല. ലോകത്തുള്ളവരെ മുഴുവനും ആ രംഗം കാണേണ്ടവരാ, കാണുന്നവരാ. അല്ലാഹു ഒന്ന് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച ശക്തി കൂട്ടിത്തരികയാണ്. നമ്മുടെ കണ്ണല്ലാഹു തുറന്നു തരികയാണ്. അതുവരെ കാണാത്ത പലതും കാണാനുള്ള പവർ നമുക്ക് ലഭിക്കുകയാണ്. ആ മലക്കുകൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന അവസാന നിമിഷമുണ്ടല്ലോ, ആ അവസാന നിമിഷത്തില് ആ സമയത്താണ് പടച്ചവനെ ഓരോ സെക്കൻഡിന്റെയും വില മനസ്സിലാകുന്നത്. ലൗലാ അഖർതനീ ഇലാ അജലിന ഖരീബ്. ആ സമയത്താണ് അവിടെ കിടന്ന് യാചിക്കുകയാണ്. ആ സമയത്ത് അവിടെ കിടന്ന് യാചിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരല്പനേരത്തിന് വേണ്ടി, ഒരു സെക്കൻഡിന് വേണ്ടി, ഒരല്പസമയത്തിന് വേണ്ടി മനുഷ്യന്മാര് മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് സമയത്തിന് വേണ്ടി യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ചോദിച്ച് നാണം കടണ്ട, ചോദിച്ചിട്ട് നാണം കടണ്ട, നിന്യനാകണ്ട, നിസാരനാകണ്ട. ആരാ സമയത്ത് പടച്ചവനോട് ഒരു സെക്കൻഡ് ചോദിച്ചാലും അവിടെ ഒരിക്കലും അല്ലാഹു തരൂല. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. പടച്ചവനെ ആ സമയത്ത് എത്ര കടന്നെയോ ചോദിച്ചാലും ഒരു നിമിഷം അല്ലാഹു നമുക്ക് തരൂല. മലക്കുകൾ പറയുന്നു, നിന്റെ റിസ്ക് തീർന്നോ, നിന്റെ ഭക്ഷണം തീർന്നോ, നിന്റെ വായു തീർന്നോ, അല്ലാഹു നിനക്ക് എഴുതി വച്ചിരിക്കുന്നതെല്ലാം തീർന്നിരിക്കുകയാ. അല്ലാഹു ഇനി നമുക്കൊരു നിമിഷം പോലും അവിടുന്ന് തരില്ല എന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ മാസത്തിന്റെ 2ാമത്തെ 10 മഗ്ഫിറത്തിന്റെ ദിനങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന സമയം തീരുകയാണ്. അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന സമയം തീരുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 240 മണിക്കൂർ പടച്ചവൻ നമുക്ക് തന്നടോ. ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഓരോ മനുഷ്യനും 240 മണിക്കൂർ പടച്ചവൻ തന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, 14,400 മിനിറ്റുകള്, 14,400 മിനിറ്റുകള് അല്ലാഹു എനിക്ക് തന്നോ, ഇരിക്കുന്ന ഓരോ മനുഷ്യനും തന്നോ. ഈ 240 മണിക്കൂറുകൾ 14,400 മിനിറ്റുകളിൽ 1 മിനിറ്റ് മതി സഹോദരാ നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും. ഓർമ്മ വെച്ച കാലം മുതൽ ഈ നിമിഷം വരെ നിന്റെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, പടച്ചവനെ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു പശ്ചാത്തപിച്ച് കഴുകിക്കളയാൻ 240 മണിക്കൂർ തന്നിട്ട് 14,400 മിനിറ്റുകൾ തന്നിട്ട് അതിലെ 1 മിനിറ്റ് മതി സഹോദരാ, അതിലെ 1 മിനിറ്റ്
മിനിറ്റ് മതി നിന്റെ പാപം മുഴുവനും കഴുകിക്കളയാൻ. സമയം അവസാനിക്കുകയാണ്. 240 മണിക്കൂർ തീരാൻ പോവുകയാണ്. ഇനി നിന്റെ കണ്ണിന്റെ മുമ്പിൽ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്ത് നേടി സഹോദരാ, എന്ത് നേടി സഹോദരാ? നിന്റെ പാപം കഴുകിക്കളയാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോ? നിന്നോട് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹജ്ജിന് പോകാൻ പറഞ്ഞില്ല, ഉംറയ്ക്ക് പോകാൻ പറഞ്ഞില്ല, തലകുത്തി നിൽക്കാൻ പറഞ്ഞില്ല, പള്ളി കെട്ടിക്കൊടുക്കാൻ പറഞ്ഞില്ല, വെയിൽ കൊള്ളാൻ പറഞ്ഞില്ല, ഉറക്കമൊഴിയാൻ പറഞ്ഞില്ല, കച്ചവടത്തിന് പോകണ്ട എന്ന് പറഞ്ഞില്ല, കുടുംബത്തിന്റെ കൂടെ ചിലവഴിക്കണ്ട എന്ന് പറഞ്ഞില്ല. 14,400 മിനിറ്റിൽ 1 മിനിറ്റ് മതി നിന്റെ പാപം പൊറുക്കാൻ, കഴുകിക്കളയാൻ. അല്ലാഹു തന്ന ഓഫറിന്റെ സമയം തീരുകയാ. ചിന്തിക്കു മുസ്ലിമേ, പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റിയോ? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകാൻ പറ്റിയോ? എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ. കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റു ചെയ്യുന്നവരാ. ചെയ്യാത്ത ആരുമില്ലടോ, പാപം ചെയ്യാത്ത ആരുമില്ല. എല്ലാവരും തെറ്റു ചെയ്യുന്നവരാണ്. ആ തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയോ? ആ ചെയ്തത് പടച്ചവന്റെ മുമ്പിൽ ഏറ്റു പറയുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു തന്ന ഓഫർ തീരുകയാ. 240 മണിക്കൂർ പടച്ചവൻ തന്നു. ആ 14,400 മിനിറ്റുകൾ തന്നു. ആ 14,400 മിനിറ്റിൽ 1 മിനിറ്റ് മതി ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കഴുകി തീർക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തീരുമാറാകട്ടെ. ഇന്ന് മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതോടുകൂടി ആ സമയം കഴിഞ്ഞു. ഇന്ന് മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു തന്ന സമയം കഴിഞ്ഞു. എന്ത് നേടി എന്ന് ഈ നട്ടുച്ച സമയത്തിരുന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര മിനിറ്റ് മതി? എത്ര മിനിറ്റ് മതി? ഒരൊറ്റ മിനിറ്റ്. നിന്റെ ജീവിതത്തിൽ 38 കൊല്ലം എൻ്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും കഴുകി കളയാൻ ഒരൊറ്റ മിനിറ്റ് മതി. എന്നിട്ട് എനിക്ക് അള്ളാഹു എന്നോട് പറയുന്നു, സിറാജ്, നിനക്കിപ്പോ ഓഫറിന്റെ സമയമാടാ, നിനക്ക് ഓഫറിന്റെ സമയമാ. എന്റെ പ്രിയപ്പെട്ടവരെ, റമളാൻ മാസം വരുമ്പോ ഗൾഫിലൊക്കെ ജയിലിൽ കിടക്കുന്നവരെ പുറത്തു വിടുന്നത് പോലെ അള്ളാഹു എനിക്കൊരു 10 ദിവസം തന്നിട്ട് പറഞ്ഞു, സിറാജ്, ഈ 10 ദിവസത്തിൽ 1 മിനിറ്റ് മതിയടാ നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കഴുകിക്കളയാൻ. കിട്ടുന്ന അവസരമാണ് നീ ഉപയോഗപ്പെടുത്ത്. ഞാൻ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ എന്നെക്കാരും വലിയ നഷ്ടവാളി ആരാ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരും ഒന്ന് ചിന്തിക്കണം. ആ 1 മിനിറ്റ് പ്രയോജനമുള്ളയാക്കാൻ, ആ 1 മിനിറ്റ് പ്രയോജനമുള്ള 1 മിനിറ്റാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അവസാന മിനിറ്റുകൾ, ഇനി അങ്ങോട്ടുള്ള അസർ മഗ്രിബ് വരെ ആ ഉള്ള മണിക്കൂറുകൾ ജീവിതത്തിൽ വിലപ്പെട്ടതാ. ആ ജീവിതത്തിൽ വിലപ്പെട്ട സമയം പാഴാക്കി കളയാതെ 1 മിനിറ്റെങ്കിലും അൽഹംദുലില്ലാഹ് പ്രയോജനമുള്ളതാക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയാറ് അല്ലാഹു നമുക്കൊരവസരം തന്നിരിക്കുകയാണ്. കാസർഗോഡ് ചെറുക്കളിയുടെ പരിസരങ്ങളിൽ ഒരുപാട് മുസ്ലിമീങ്ങളുണ്ടോ. ആ മുസ്ലിമീങ്ങളിൽ അല്ലാഹു തെരഞ്ഞെടുത്ത വിവിഐപികളാ. ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന നമ്മൾ സാധാരണ ആൾക്കാരല്ല, നമ്മൾ വിവിഐപികളാണ്. അല്ലാഹു നമുക്കൊരവസരം തന്നിരിക്കുകയാണ്. പാപങ്ങൾ കഴുകിക്കളയാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ട ദുനിയാവിലെ സ്വർഗത്തിലിരിക്കാൻ അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തടോ. ഈ മജ്ലിസിന്റെ മഹത്വം എന്താണെന്നറിയോ? ഈ മജ്ലിസിന്റെ ശ്രേഷ്ഠത നമ്മളിൽ പലർക്കും അറിയില്ല. പെങ്ങളെ, എന്താണ് ഈ മജ്ലിസിന്റെ ശ്രേഷ്ഠത എന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അതാ വരുന്ന മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അതാ മലക്ക് കടന്നു വരികയാണ്. മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
അസർ നമസ്കാരത്തിന് പള്ളിയിലിരിക്കുന്ന നബി തങ്ങളുടെ ചാരത്തേക്ക് മലക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, ആയിരിക്കുന്ന ചെറുപ്പക്കാരൻ മഗ്രിബിന് മുമ്പ് മരണപ്പെടും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അസറിന്റെ തൊട്ട് മുമ്പ് പള്ളിയിലിരിക്കുന്ന നബി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് അതാ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആയിരിക്കുന്ന ചെറുപ്പക്കാരൻ മഗ്രിബിന് മുമ്പ് മരണപ്പെടും നബിയേ, മഗ്രിബിന് മുമ്പ് മരണപ്പെടും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അതാ പറയുന്നു, യാ റസൂലല്ലാഹ്, അവനോടൊന്ന് പറയണം നബിയേ, ആ കാര്യം ആ ചെറുപ്പക്കാരനോട് പറയണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, പറയണോ ജിബ്രീലേ, പറയണോ ജിബ്രീലേ? പടച്ചവനെ വല്ലാത്ത സങ്കടമാകുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ആ ചെറുപ്പക്കാരനോട് പറയണമെന്ന്. അങ്ങനെ അസ്റിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് അതാ ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അതാ പടച്ചവനെ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ആ ചെറുപ്പക്കാരൻ നബി തങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, മോനെ, ഇനി നിന്റെ ജീവിതത്തിൽ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ മരണപ്പെടും. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇനി ജീവിതത്തിൽ ആകെ ബാക്കിയുള്ളത് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു താ നബിയേ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരാറ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ആ ചെറുപ്പക്കാരൻ മുത്തുനബിയോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത മറുപടി സദഖ കൊടുക്കാനല്ല, പടച്ചവനെ ഖുർആൻ ഓതാനല്ല, നിസ്കരിക്കാനല്ല, അല്ലാഹുവേ തഥാ പൊരുത്തം ചോദിക്കാനല്ല, ഭാര്യ മക്കളോടൊപ്പം ചെലവഴിക്കാനല്ല. ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് രണ്ട് കാര്യമാ. നബി തങ്ങൾ അവിടെ പറഞ്ഞു, മോനെ, ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്കു. കയ്യിലെണ്ണാവുന്ന സ്വഹാബത്ത് പള്ളിക്കകത്തിരുന്ന് ഖുർആൻ പഠിക്കുകയാ, അവർ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുകയാ. നബി തങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തു, ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്കാറ് അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മയതാ. അവിടെ പോയിരുന്ന രണ്ട് പ്രതിഫലം, പെങ്ങളെ, വഅദ കേൾക്കുന്ന മജ്ലിസിൽ വന്നിരുന്നാൽ, ഇൽമു പറയുന്ന മജ്ലിസിൽ വന്നിരുന്നാൽ അല്ലാഹു തരുന്ന രണ്ട് പ്രതിഫലം എന്തെന്നറിയോ? ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മ ഇൽമു പഠിക്കലാ. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മ അത് ഇൽമു പറയുന്ന മജ്ലിസിലിരിക്കലാണ്, അത് നന്മ പഠിക്കലാണ്, നല്ലവരുടെ കൂടെ ചിലവഴിക്കലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്കാൻ അവിടെ ആള് കൂടണമെന്നില്ല. ആ ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുമ്പോൾ 10,000-കണക്കിന് വരുന്ന ജനങ്ങളില്ല. പടച്ചവരെ, കയ്യിലെണ്ണാവുന്ന സ്വഹാബത്ത് അതാ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാ. അവരിൽമു പരസ്പരം ചർച്ച ചെയ്യുകയാണ്. ആ ചെറുപ്പക്കാരൻ അവിടെയാണ് പോയിരുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമത് പറഞ്ഞത് ഏറ്റവും വലിയ നന്മയാണ്, ഏറ്റവും പ്രതിഫലം കിട്ടുന്ന നന്മയാണ്. രണ്ട്, ആയിരിക്കുന്ന സമയം മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. പെങ്ങളെ, ഈ നട്ടുച്ച സമയത്ത് വെയിൽ കൊള്ളുകയാണ്. സീറ്റിന്റെ അടിയിൽ ഇരുന്നിട്ട് വല്ലാതെ പ്രയാസപ്പെടുമ്പോ ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമ്പോ നിനക്കറിയാനിട്ടാ പെങ്ങള്, കണ്ണു തുറന്നു നോക്ക്, കണ്ണു തുറന്നതിന്റെ ചുറ്റുഭാഗമൊന്നു നോക്ക്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് പടച്ചവനെ ആഡിറ്റോ
ഓഡിറ്റോറിയത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഈ ഫ്രീ ആയി കൊടുത്ത സഹോദരന് കിട്ടുന്ന പ്രതിഫലം ചിന്തിക്കടോ. ആ മനുഷ്യന്റെ സമ്പാദ്യം അൽഹംദുലില്ലാഹ് ഈ ബിൽഡിംഗ് പണിതതിൽ ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയാടോ. അദ്ദേഹത്തിന്റെ ജീവിതത്തില് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് ഈ ഓഡിറ്റോറിയം മുഴുവനും റഹ്മത്തിന്റെ മലക്കുകളെ വലയം ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ലക്ഷക്കണക്കിന് മലക്കുകള് ഈ കാണുന്ന മജ്ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും വലയം ചെയ്തിട്ട് അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാൻ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ, അല്ലാഹുവിന്റെ പാപമോചനം നമുക്ക് ലഭിക്കാൻ ആ മലക്കുകൾ ഈ കാണുന്ന മജ്ലിസ് മുഴുവനും വലയം ചെയ്ത് ദുആ ചെയ്യുകയാ. അതുകൊണ്ട് ജീവിതത്തിൽ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ചെറുപ്പക്കാരനോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, മോനെ ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്കൂ, അതാണ് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന നന്മ. 2 ആയിരിക്കുന്ന സമയം മുഴുവനും അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു 2 പ്രതിഫലം. ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അല്ലാഹു തരുന്ന 2 പ്രതിഫലം. 1, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മ, അത് ഇൽമു പറയുന്ന മജ്ലിസിൽ ഇരിക്കല. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2, ഈ ഇരിക്കുന്ന ഓരോ സെക്കൻഡും നമുക്ക് നഷ്ടമാകില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ പാപങ്ങൾ ഇങ്ങനെ പൊറുക്കുകയാണ്. നമുക്ക് വേണ്ടി ലക്ഷക്കണക്കിന് മലക്കുകൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. അത് മതി നമുക്ക് രക്ഷപ്പെടാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്നിവിടെ നിന്ന് പിരിയുമ്പോൾ ഈ 1 മിനിറ്റെങ്കിലും അൽഹംദുലില്ലാഹ് നമ്മുടെ പാപം കഴുകിക്കളയുന്നതിന് വേണ്ടി മാറ്റിവെച്ച് ഇവിടെ നിന്ന് പ്രയോജനമുള്ള ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം കഴിഞ്ഞു, അവസാന സമയമാ. ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ ചെയ്യണം. ഇനി എളുപ്പ വഴികളുടെ, കുറുക്കു വഴിയുടെ സമയം ഇനിയുള്ളൂ. ഇനി സമയമില്ല. ഇനി ളുഹറിന്റെ ബാങ്ക് വിളിച്ചു. ഇനി മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ മണിക്കൂറുകൾക്കിടയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പാപം പൊറുക്കണം. അതിനുള്ള വഴി എന്താ? സമയമില്ല. കൂടുതൽ സമയമുണ്ടെങ്കിൽ സമയമെടുത്ത് ആലോചിച്ച് ചെയ്യാം. ഇനി സമയമില്ല, ഇനി കുറുക്കു വഴിയേ ഉള്ളൂ. നല്ല ബ്ലോക്കാണ്. ഇനി ഇടവഴി വല്ലതും കയറി, ഏതെങ്കിലും ഇടവഴിയിലൂടെ കയറി അൽഹംദുലില്ലാഹ് നമുക്ക് ആ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അതുകൊണ്ട് ഇനി നമുക്ക് ഇടവഴിയുടെ സമയമേ ഉള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പാപം പൊറുക്കാനുള്ള എളുപ്പ വഴി നിബിധങ്ങൾ പഠിപ്പിക്കുന്നു. ആ എളുപ്പ വഴിയിലൂടെ ഒന്ന് കയറി പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നമ്മുടെ പാപം പൊറുക്കാനുള്ള എളുപ്പ വഴികൾ എന്താ? നമ്മുടെ പാപം പൊറുക്കാനുള്ള എളുപ്പവഴി എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ എളുപ്പവഴിയിലൂടെ കടന്നു പോകാം. എല്ലാവരും ചോദിക്കും, ഉസ്താദേ ഞാനിതിന് വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ മനസ്സൊരു ചിന്തയുണ്ടോ? പടച്ചവനെ, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ പലിശ തിന്നിട്ടില്ല, ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്ത ഇതാണ്, പടച്ചവനെ ഞാൻ വൻപാപങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. 7 വൻപാപങ്ങൾ നിബിധങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ 7 വൻപാപങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പടച്ചവനെ, നമ്മളിൽ പലരും ഇങ്ങനെ ചിരിച്ചും കളിച്ചും കൊണ്ട് നടക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ഉസ്താദേ, ഞാൻ വൻപാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ വലിയ പാപങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് നടക്കുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ ചെറിയ പാപങ്ങളെ വല്ലാതെ സൂക്ഷിക്കണേ സഹാബാ. നമ്മൾ വൻപാപങ്ങൾ ചെയ്യുന്നവരല്ല. കള്ളു കുടിച്ചിട്ടുണ്ടാകില്ല, വ്യഭിചരിച്ചിട്ടുണ്ടാകില്ല, പലിശ തിന്നിട്ടില്ല, ശിർക്ക് ചെയ്തിട്ടില്ല, യതീമിന്റെ സ്വത്ത് പിടിച്ചു പറ്റിയിട്ടില്ല. പടച്ചവനെ, നമ്മൾ വൻപാപങ്ങൾ ചെയ്യാറില്ല. പക്ഷേ ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, നമ്മുടെ മനസ്സിലത് പാപമാണെന്ന് പോലും തോന്നുന്നില്ലടോ. നമ്മൾ പാപമായിട്ടത് അംഗീകരിക്കുന്നില്ല. അത് ചെറുതല്ലേ, അത് ചെറുതല്ലേ.
വലുതല്ലേ? നമ്മളതിനെ ചെറുതായി കാണുകയാണ്. കള്ളു കുടിക്കുന്നത് മാത്രമേ പാപമുള്ളൂ, വ്യഭിചരിക്കുന്നത് മാത്രമേ പാപമുള്ളൂ, പലിശ തിന്നുന്നത് മാത്രമേ പാപമുള്ളൂ, ശിർക്ക് ചെയ്യുന്നത് മാത്രമേ പാപമുള്ളൂ. അതൊക്കെ പാപങ്ങളായി കാണുകയാണ്. എന്നിട്ട് ചെറുത് ചെറുത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൂട്ടുകയാണ്. നമുക്കതിന്റെ വിലയറിയാഞ്ഞിട്ടാ. വൻ പാപങ്ങളെയല്ല സൂക്ഷിക്കേണ്ടത്, ചെറിയ പാപങ്ങളെ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഉദാഹരണം സഹിതം നബി തങ്ങൾ പറയുകയാണ്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞ് മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, സ്വഹാബാ, ഈ മരുഭൂമിയിൽ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ സഹാബാ? ഇല്ല നബിയേ, ഇല്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, എല്ലാവരും നാലു ഭാഗത്തേക്ക് കടന്നു പോക. നിങ്ങളുടെ കയ്യിൽ എന്താണോ കിട്ടുന്നത്, അതൊരു കമ്പാണോ, കല്ലാണോ, എല്ലും കഷ്ടമാണോ, എന്താണോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഈ മരുഭൂമിയിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് എടുത്തുകൊണ്ടുവരാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിനെ പറഞ്ഞു വിടുകയാണ്. സ്വഹാബത്ത് നാനാഭാഗങ്ങളിലേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് അവരവരുടെ കയ്യിൽ കിട്ടുന്നത് എടുക്കുകയാണ്. കമ്പ് കിട്ടിയവരുണ്ട്, കല്ല് കിട്ടിയവരുണ്ട്, എല്ലാം കഷ്ടം കിട്ടിയവരുണ്ട്. അല്ലാഹുവേ, എന്താണോ കയ്യിൽ കിട്ടിയത് എല്ലാവരും എടുത്തുകൊണ്ട് വരികയാണ്. നബി തങ്ങൾ പറഞ്ഞു എന്റെ മുമ്പിലിടാൻ. എല്ലാവരും കയ്യിൽ കൊണ്ടുവന്നത് മുഴുവനും നബി തങ്ങളുടെ മുമ്പിലിടുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ ചോദിച്ചു, സ്വഹാബാ, നിങ്ങൾ എന്തെങ്കിലും കാണുന്നോ സ്വഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ കൂമ്പാരം പോലെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്, കൂമ്പാരം പോലെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ചെറിയ പാപങ്ങൾ ഇതുപോലെയാ സ്വഹാബാ, ചെറിയ തെറ്റുകൾ ഇതുപോലെയാ സ്വഹാബാ. ആ ചെയ്തു കൂട്ടിയ ചെറിയ ചെറിയ പാപമുണ്ടല്ലോ, അതെല്ലാം ഒരുമിച്ച് കൂട്ടിയാൽ വലിയ പാപങ്ങളെക്കാളും മുകളിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇന്ന് നേരം വെളുത്തത് മുതൽ 11:30 വരെ സമയമായല്ലോ. ഒന്ന് കൂട്ടി നോക്കിയടോ. നമ്മൾ കള്ളു കുടിച്ചില്ല, നമ്മൾ വ്യഭിചരിച്ചില്ല, നമ്മൾ പലിശ തിന്നില്ല, നമ്മൾ ശിർക്ക് ചെയ്തില്ല, ആരുടെയും സമ്പാദ്യം യതീമിന്റെ സമ്പാദ്യം പിടിച്ചു പറ്റിയില്ല. പടച്ചവനെ, സ്വാലിഹത്തായ പെണ്ണിനെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയില്ല, നമ്മൾ വൻപാപങ്ങളൊന്നും ചെയ്തില്ല. എന്നാ കണക്ക് കൂട്ട്. കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, എന്തിന് ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. പക്ഷേ അംഗീകരിക്കുന്നില്ലടോ. ഇതൊക്കെ പാപമാണെന്ന് ഞാനും നിങ്ങളും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, സ്വഹാബാ, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം കടന്നു വരും സ്വഹാബാ, അവര് പാപങ്ങളെ നിസാരമായി കാണുകയാ, അവര് തെറ്റുകളെ നിസാരമായി കാണുകയാ. നബി തങ്ങൾ പറഞ്ഞു, അവര് തെറ്റുകളെ നിസാരമായി കാണും. അവരുടെ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പായിച്ചു കളയുന്നത് പോലെ അവര് പാപങ്ങളെ നിസാരമായി കാണുമടോ, അവര് പാപങ്ങളെ നിസാരമായി കാണുമടോ. അതാ സ്വഹാബത്ത് പറയുകയാണ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന നിസാരമായി കാണുന്ന ചില പാപങ്ങളുണ്ടല്ലോ, അത് നബി തങ്ങളുടെ കാലഘട്ടത്തില് വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരുന്നു എന്ന് സ്വഹാബത്ത് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമായി കാണരുത്. തെറ്റു തെറ്റാണ്, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഒരണുമണി തൂക്കം നന്മയാണോ, ഒരണുമണി തൂക്കം തിന്മയാണോ, അല്ലാഹു നാളെ നിന്നോട് വിചാരണ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ടത് വലിയ പാപങ്ങളെയല്ല. ഒരു യഥാർത്ഥ മുസ്ലിമായ മനുഷ്യൻ കള്ളുകുടിക്കൂല,
അയാൾ വിഭജിക്കൂല, അയാൾ വലിയ പാപങ്ങളൊന്നും ചെയ്യൂല. പക്ഷെ ചെറിയ പാപങ്ങൾ അതിങ്ങനെ കൂടും തോറും വലുതിനെക്കാളും വലുപ്പമുള്ളതാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.